നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. യുഎഇയിൽ മലയാളികൾ സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ട് ഒരു മരണം. സൗദിക്ക് പിന്നാലെ യുഎഇയിൽ നിന്ന് മറ്റൊരു അപകട വാർത്തയാണ് പുറത്തുവരുന്നത്. യുഎഇയിൽ മലയാളികൾ സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ട് ഒരാൾ മരിച്ചു. മലപ്പുറം തിരൂർ അന്നര സ്വദേശി 25 വയസ്സുള്ള മുഹമ്മദ് സുൽത്താനാണ് മരിച്ചത്. റാസൽ ഖൈമയിൽ വെച്ചാണ് അപകടമുണ്ടായത്. വാഹനത്തിലുണ്ടായിരുന്ന 4 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. എന്നാൽ ഇവരിൽ ഒരാളുടെ നില ഗുരുതരമാണ്. കൂടെയുണ്ടായിരുന്ന കണ്ണൂർ സ്വദേശിയെ ഗുരുതര പരിക്കുകളോടെ റാഗ് സഖർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. മറ്റ് 3 പേർക്ക് നിസ്സാര പരിക്കുകളാണ് ഏറ്റിരിക്കുന്നത്. അപകടത്തിൽ മരണപ്പെട്ട തിരൂർ അന്നര സ്വദേശി മുഹമ്മദ് സുൽത്താൻ അബുദാബിയിൽ ഗ്യാരേജ് നടത്തുകയായിരുന്നു. മൃതദേഹം നാട്ടിലെത്തിച്ച് ഖബറടക്കുമെന്ന് ബന്ധുക്കൾ അറിയിച്ചിട്ടുണ്ട്. ഇന്നലെ ഉച്ചയ്ക്ക് 12:30-ക്കായിരുന്നു മലയാളികൾ സഞ്ചരിച്ച വാഹനം റാസൽ ഖൈമയിൽ വെച്ച് അപകടത്തിൽപ്പെട്ടത്. വിനോദസഞ്ചാര കേന്ദ്രമായ ജബൽ ജൈസ് സന്ദർശിച്ച് മടങ്ങവേ ഇവരുടെ വാഹനം മറ്റൊരു വാഹനത്തിന് പിന്നിലിടിച്ചാണ് അപകടം ഉണ്ടാകുന്നത്. അതുപോലെ കഴിഞ്ഞ ദിവസം സൗദി അറേബ്യയിലുണ്ടായ വാഹനാപകടത്തിൽ 4 പ്രവാസി യുവാക്കളാണ് മരിച്ചത്. കിഴക്കൻ പ്രവിശ്യയിലെ ഖുറൈസ് റോഡിൽ ഹറാദിൽ ഒട്ടകവുമായി കാറിടിച്ചാണ് അപകടമുണ്ടായത്. 3 ഇന്ത്യക്കാർ ഉൾപ്പെടെ 4 പേരാണ് മരിച്ചത്. 4-ാം തീയതി രാത്രിയിലായിരുന്നു ഈ സംഭവം ഉണ്ടായത്. സ്വകാര്യ കമ്പനി ജീവനക്കാരായ അഖിൽ നുമാൻ, മുഹമ്മദ് നസീർ, മുഹമ്മദ് റിദ്വാൻ എന്നിവരാണ് മരിച്ച ഇന്ത്യക്കാർ. ഇവർ മംഗളൂരു സ്വദേശികളാണ്. മരിച്ച ഒരാൾ ബംഗ്ലാദേശ് സ്വദേശിയാണ്. 4 പേരും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചെന്നാണ് വിവരം. മരിച്ച 4 പേരും സാഗോ കമ്പനി ജീവനക്കാരായിരുന്നു. സാഗോ കമ്പനി ജീവനക്കാരായ 4 പേരും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. വെള്ളിയാഴ്ച രാത്രി ജോലിക്ക് പോകുന്നതിനിടെ പെട്ടെന്ന് ഒട്ടകം റോഡിന് കുറുകെ കടന്നതാണ് അപകടത്തിന് കാരണമെന്നാണ് സൂചന. ഒട്ടകങ്ങൾ ധാരാളമായി കണ്ടുവരുന്ന പ്രദേശമാണിത്. അതിനാൽ വാഹനയാത്രക്കാർക്കായി ഈ മേഖലയിൽ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അപകടം നടന്ന നിമിഷങ്ങൾക്കകം സിവിൽ ഡിഫൻസും റെഡ് ക്രസന്റും രക്ഷാപ്രവർത്തനത്തിനായി സംഭവ സ്ഥലത്തേക്ക് എത്തിയെങ്കിലും അവിടെ വെച്ച് തന്നെ 4 പേരുടെയും മരണം സംഭവിച്ചിരുന്നു. അൽ അഹസ കിങ് ഫഹദ് ആശുപത്രിയിലാണ് ഇവരുടെ മൃതദേഹങ്ങൾ ഉള്ളത്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനായി കമ്പനി ഉദ്യോഗസ്ഥരെ സഹായിക്കാൻ അൽ അഹസ KMCC നേതാക്കളും രംഗത്തുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.